ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു വിധിയുടെ വിശദാംശങ്ങളാണ് നൽകുന്നത്. സൗമ്യ വധക്കേസിൽ കേരളം കാത്തിരുന്ന വിധി ഫെബ്രുവരി 1 നടന്ന കേരളത്തെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി അരുൺ തൃശ്ശൂരിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ചേരും. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ തനിച്ച് യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യയെ സേലം സ്വദേശിയായ ഗോവിന്ദചാമി മോഷണ ശ്രമത്തിനിടെ ട്രെയിനിൽ തേടുകയായിരുന്നു. റെയിൽവേ ട്രാക്കിൽ വീണ സൗമ്യയെ ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്തു. വിശദാംശങ്ങളുമായി അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, കേരളം ഉറ്റുനോക്കിയിരുന്ന വിധി വന്നിരിക്കുന്നു. ഗോവിന്ദചാമിക്ക് വധശിക്ഷ 1 ലക്ഷം രൂപ സൗമ്യയുടെ കുടുംബത്തിന് ഗോവിന്ദചാമി പിഴയായി അടയ്ക്കണം. അല്ലാത്ത പക്ഷം 2 വർഷം കൂടി തടവ് അനുഭവിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശിക്ഷ വിധി പ്രസ്താവത്തിൽ പറയുന്ന കാര്യം. ഈ പ്രതി സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഒരു ഭീഷണിയാണ് ഈ പ്രതി ജീവിച്ചിരിക്കുന്നത്. മാത്രമല്ല സമൂഹ മനസാക്ഷി നടുക്കിയ ഒരു ക്രൂരകൃത്യമാണ് ചെയ്തത്. ബോഗിക്കുള്ളിൽ ജീവന് വേണ്ടി കേണിട്ടും സൗമ്യയെ വീണ്ടും വീണ്ടും തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ ബലാത്സംഗം ചെയ്യുകയുണ്ടായി. ഇത് മരണത്തിന് കാരണമായി എന്ന് കോടതി പറയുകയുണ്ടായി. മുമ്പ് ഇതുപോലുള്ള പല കേസുകളിലും ഈ പ്രതി ശിക്ഷിക്കപ്പെട്ടിരുന്നു. എന്നിട്ടും പ്രതിക്ക് നല്ല നടപ്പിനുള്ള ഒരു സമയമുണ്ടായിരുന്നു. നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സമയമുണ്ടായിരുന്നു. എന്നിട്ടും പ്രതി അത് ചെയ്തില്ല. വീണ്ടും അതിക്രൂരമായ ഒരു കുറ്റകൃത്യത്തിലേക്കാണ് പ്രതി പോയത്.